ഇറാനെ തകർത്ത് തരിപ്പണമാക്കി US ഇസ്രായേൽ മിസൈലുകൾ. ടെഹ്റാനിൽ കാർപ്പറ്റ് ബോംബിംഗ്. ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ. ഇറാന്റെ 50ഓളം മുൻനിര നേതാക്കളെയാണ് ഇതുവരെ അമേരിക്ക ഇല്ലാതാക്കിയത്. ഇറാൻ ഇന്റലിജൻസ് മന്ത്രി സയ്യിദ് യഹ്യ ഹമിദിയും കൊല്ലപ്പെട്ടു. ചാരസംഘടനയുടെ മേധാവി ജലാൽ ഹൊസൈനും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇറാനിലെ നഥാൻസ് ആണവ കേന്ദ്രത്തിന് നേർക്കും ആക്രമണം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, B-1B ലാൻസർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാനെ തകർത്ത് തരിപ്പണമാക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ടെഹ്റാനെ ഈ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാക്കുന്ന രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ആക്രമിച്ചിരിക്കുന്നു, തകർത്ത് ചാരമാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിൽ ടെഹ്റാനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും നീലിമ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഏറ്റവും ശക്തമായ ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ B-1B ലാൻസർ വിമാനങ്ങൾ, B-1B ലാൻസർ വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ അതീവ പ്രഹരശേഷിയുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വഹിക്കാനും അത് നിരവധി ബോംബുകൾ വഹിക്കാനും ശേഷിയുള്ള വിശാലമായ രീതിയിൽ ആക്രമണം നടത്താൻ സാധ്യതയുള്ള അത്യാധുനിക യുദ്ധവിമാനമാണ് അമേരിക്കയുടേത്. ഈ വിമാനം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർപ്പറ്റ് ബോംബിംഗ് എന്ന സാങ്കേതിക പദം ആണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത്. കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറയുമ്പോൾ നിരവധിയായ ബോംബുകൾ തുടർച്ചയായി ഒരു കേന്ദ്രത്തിലേക്ക് തുടർച്ചയായി വീഴ്ചയില്ലാതെയും അല്ലെങ്കിൽ തടസ്സമില്ലാതെയും വർഷിക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ്. ഈ ബോംബുകൾ ഉപയോഗിക്കുന്നത് സെൽഫ് ഗൈഡഡ് ബോംബുകളല്ല, മറിച്ച് അത് വിമാനത്തിൽ നിന്നും നേരിട്ട് താഴേക്ക് പതിക്കുന്ന രീതിയിലുള്ള ബോംബുകളാണ്. ഇത്തരത്തിലുള്ള ബോംബുകൾ ഇടുന്നത് പൂർണ്ണമായും ഏതെങ്കിലും പ്രദേശങ്ങളെ സമ്പൂർണ്ണമായി തകർക്കുന്നതിൻ്റെ ഭാഗമായാണ്. ഇത്തരത്തിലുള്ള ഈ കാർപ്പറ്റ് ബോംബിംഗ് ശക്തമായി നടത്തുന്നതോടുകൂടി ആ പ്രദേശത്തുണ്ടാകുന്ന എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായും തകർത്തെറിയാൻ സാധിക്കും. അതിൽ മിസൈൽ ലോഞ്ചറുകളുണ്ടാവാം, വിമാനത്താവളങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ വിമാനത്താവളങ്ങളുടെ നിയന്ത്രണ സംവിധാനങ്ങളും അതിൻ്റെ കെട്ടിടങ്ങളുണ്ടാവാം, റഡാറുകളുണ്ടാവാം. ഇത്തരത്തിലുള്ള സകലമാന സംവിധാനങ്ങളെയും ഒറ്റയടിക്ക് തകർത്തെറിയുന്ന ഒരു കൂട്ടക്കുരുതിക്ക് സമാനമായ ഒരു ആക്രമണം നടത്തുന്ന രീതിയാണ് ഇത്തരം ബോംബുകൾ വർഷിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ കാർപ്പറ്റ് ബോംബിംഗ് മെത്തേഡിലൂടെ തന്നെ സാധ്യമാവുക. ആ നീക്കമാണ് നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂപ്പർസോണിക് വിമാനങ്ങളിൽ നിന്നും അതിശക്തമായ ബോംബുകൾ വർഷിക്കുമ്പോൾ വിമാനം എത്തുന്നത് പോലും അറിയാതെ തകർന്നു തരിപ്പണമാകുന്ന, നിമിഷങ്ങൾക്കകം തകർന്നു തരിപ്പണമാകുന്ന ഒരു യുദ്ധതന്ത്രമാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണം തുടർച്ചയായി നടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇറാൻ്റെ ഒരു സഹമന്ത്രി സയ്യിദ് യഹ്യ ഹമീദി കൊല്ലപ്പെട്ടു. ഇറാൻ്റെ സഹമന്ത്രി എന്നതിലുപരി ഇസ്രായേലിനെതിരെ നീക്കങ്ങൾ നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ മേധാവിയുമാണ്. മറ്റൊരു ചാരസംഘടനയുടെ, അതായത് ഇറാനിലെ തന്നെ ചാരസംഘടനയുടെ മേധാവി ജലാൽ ഹൊസൈനും ഇന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ മേലധികാരികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ പലരും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. ഇപ്പോൾ കാർപ്പറ്റ് ബോംബിങ്ങിലൂടെ ഇറാൻ്റെ പ്രദേശങ്ങൾ മുഴുവൻ തകർത്തെറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ വിമാനം പുറപ്പെട്ടിരിക്കുന്നത് എൽസ്വർത്ത് എയർഫോഴ്സ് ബേസിൽ നിന്നാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എൽസ്വർത്ത് എയർഫോഴ്സ് ബേസിൽ നിന്നും പുറപ്പെട്ട് അല്പസമയത്തിന് മുമ്പ്, ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് പശ്ചിമേഷ്യയ്ക്ക് പരിസരത്തുള്ള ഏതോ സുരക്ഷിതമായ കേന്ദ്രത്തിൽ റീഫ്യൂവലിംഗ് നടത്തിയതിന് ശേഷമാണ് ഈ സൂപ്പർസോണിക് കാർപ്പറ്റ് ബോംബിംഗ് നടത്തിയതിന് ശേഷം വിമാനം തിരിച്ചുപോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി അവിടെയുള്ള നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നടപടികൾ കർശനമായി കൈക്കൊള്ളുന്നുണ്ട് ഇറാനെതിരെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും. അമേരിക്ക ഇപ്പോൾ നേരിട്ട് കുറെ കൂടി ശക്തമായ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഈ ആക്രമണം നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, അല്പസമയം മുമ്പാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും അതുപോലെ തന്നെ അവിടുത്തെ അമേരിക്കയുടെ സംയുക്ത സേനാ മേധാവി ഡാൻ കെയ്നും ഒരു വാർത്താസമ്മേളനം നടത്തിയത്. ഈ വാർത്താസമ്മേളനത്തിൽ നമ്മൾ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ വാർത്താസമ്മേളനത്തിൽ കണ്ടത്, ഇറാനിലെ ഭരണകൂട മാറ്റം അനിവാര്യമെന്ന നിലപാട് പീറ്റ് ഹെക്സത്ത് അറിയിച്ചിരിക്കുന്നു. അതായത് പ്രതിരോധ സെക്രട്ടറി ഇറാനിലെ ഭരണകൂട മാറ്റം അനിവാര്യമെന്ന് അറിയിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾക്കറിയാവുന്നതാണ്, ഇറാൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പീറ്റ് ഹെക്സത്ത് പറഞ്ഞത്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എന്തെങ്കിലും ഒരു ഉത്തരവ് കിട്ടിയാൽ ആ നിമിഷം ആക്രമിക്കാൻ തയ്യാറാണ് എന്ന ഒരു ഉത്തരമാണ്. അത്തരത്തിൽ കർശനമായ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയായിരുന്നു പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ. അമേരിക്കൻ പൗരന്മാർക്കെതിരായ ഇറാൻ്റെ നീക്കങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനിക സംവിധാനങ്ങളെ അയക്കുമെന്ന ഒരു അറിയിപ്പ് കൂടി ജനറൽ ഡാൻ കെയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അധികാരത്തിൽ തിരിച്ചു വരാനുള്ള ഇറാനിലെ ഈ
ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ അധികാരത്തിൽ തിരിച്ചു വരാനുള്ള എല്ലാ നീക്കത്തെയും ചെറുക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, യുദ്ധം തുടങ്ങി വയ്ക്കുക തങ്ങളായിരിക്കില്ല, പക്ഷേ ആ യുദ്ധം അവസാനിപ്പിക്കുക അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തങ്ങളായിരിക്കുമെന്നാണ് ഈ പീറ്റർ ഹെഗ്സിൻ്റെയും അതുപോലെ തന്നെ ഡാൻ കെയിൻ്റെയും വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായി നമുക്ക് പറയാനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒട്ടും പതറാതെ ഒട്ടും കാലതാമസമില്ലാതെ ആ കാര്യത്തിലേക്ക് നീങ്ങുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറയുമ്പോൾ ആ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാണ് ഈ വരുന്ന രാത്രിയും അതുപോലെ തന്നെ വരുന്ന പകലുകളുമെല്ലാം തന്നെ ഏത് രീതിയിലായിരിക്കും ആക്രമണത്തിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടുവരിക എന്നത് സ്വാഭാവികമായും അത്തരം ഒരു നീക്കങ്ങൾ ശക്തമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഐസൻ, അപ്പോൾ തന്നെ IRGC ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിച്ചു, നെതന്യാഹുവിൻ്റെ ഭാവി എന്താകുമെന്ന് അവ്യക്തമാണ്, അൺക്ലിയർ ആണ് ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു വസ്തുതയുണ്ടോ, അതോ വെറും അവകാശവാദം മാത്രമാണോ? കാരണം അവർക്ക് ഇത്തരത്തിൽ GCC രാജ്യങ്ങളെ ആക്രമിച്ച ഒരു സമ്മർദ്ദം കടുപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലിനെ ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള ഒരു കെൽപ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനുണ്ടോ? യഥാർത്ഥത്തിൽ ആ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു അവകാശവാദം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റേത് തന്നെയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള വസ്തുതാരഹിത നിലപാടുകളാണ്, അല്ലെങ്കിൽ വസ്തുതാരഹിതമായ അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അത് ഏത് രീതിയിൽ വന്നു എന്ന് പോലും സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്തു തന്നെയായാലും ഇത്തരത്തിൽ അത്രയും ശക്തമായ ഒരു ആക്രമണം നടത്താനും ഇസ്രായേൽ പ്രധാനമന്ത്രിയെയൊക്കെ ലക്ഷ്യം വയ്ക്കാനുമുള്ള സാധ്യത ഒട്ടും തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ ഒരു സംവിധാനത്തിനും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്ന ഇന്ന് രാവിലെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ 9ഓളം കപ്പലുകൾ ഇറാൻ്റെ സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഈ കപ്പലുകളെല്ലാം തന്നെ തകർത്ത് കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ ഇറാനെ തകർത്ത് ഈ പരുവത്തിലാക്കിയ ഒരവസ്ഥയിൽ ഏത് രീതിയിലാണ് ഇത്തരം ആക്രമണം നടത്തുന്നത്, അതുപോലെ അതും അയൺ ഡോം പോലുള്ള അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇസ്രായേലിൻ്റെ സംവിധാനങ്ങളുമായി ഈ പോരടിച്ച് എങ്ങനെയാണ് ഇതൊക്കെ നടപ്പാക്കാൻ സാധിക്കുക എന്ന് വസ്തുതാപരമായി ചിന്തിക്കുമ്പോൾ അസാധ്യമാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിശക്തമായ ബോംബിംഗ് നടന്നിരിക്കുന്നു. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ അത് കണ്ടെത്താനോ പോലും സാധ്യമല്ലാത്ത ഒരു സാഹചര്യം. സൂപ്പർസോണിക് വിമാനങ്ങൾ സൂപ്പർസോണിക് സ്പീഡുകളിൽ വരുന്നു. അത് കണ്ടെത്താൻ പോലും സാധിക്കാത്ത റഡാർ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതിനെ പ്രത്യാക്രമണം നടത്താൻ പോലും സാധിക്കാത്ത അത്രയും ദുർബലമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഇത്രയും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ കടന്നുകയറി ഇറാൻ ആക്രമണം നടത്താൻ സാധിക്കുക എന്നത് ഒരു വസ്തുതാപരമായ ഒരു സംശയമായി നിലനിൽക്കുകയാണ്. മറ്റേത് സാധ്യമായത് പ്രോക്സികളുടെ യുദ്ധമാണ്, ഹൂതി വിമതരുടെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെയും ആക്രമണമാണ്. പക്ഷേ ഈ രണ്ട് സംവിധാനങ്ങളും ഇത്രയും ശക്തമായി ആക്രമിക്കാനുള്ള യാതൊരു ശേഷിയുള്ള സംവിധാനങ്ങളുമല്ല എന്നതുകൊണ്ട് തന്നെ അത് തീർത്തും വിശ്വസനീയമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഇറാനിലെ ജനതയെ കുറേയൊക്കെ പ്രതീക്ഷ നൽകുക, അല്ലെങ്കിൽ തങ്ങളോടൊപ്പം നിൽക്കുന്ന ഇസ്ലാമിക് റെജിമിൻ്റെ ഒപ്പം നിൽക്കുന്ന ജനതയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുക എന്നൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് തങ്ങൾ യഹൂദ നേതൃത്വത്തെ തകർക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തുന്നത്. ഒരുപക്ഷേ ആ വ്യാജ പ്രചരണത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയായിരിക്കാം. എന്തുതന്നെയായാലും അത് വസ്തുതാപരമെന്ന് വിശ്വസിക്കാൻ നിലവിലെ സാഹചര്യങ്ങൾക്ക് സാധ്യതയില്ല. ഒരു പരിധിവരെ അത് IRGSൻ്റെ തന്നെ ഇൻഫർമേഷൻ ആണോ എന്നതുപോലും സംശയത്തിൻ്റെ നിഴലിലാണ്. ഐസൻ, ഒപ്പം തന്നെയാണ് ഈ ഇന്ധന പ്രതിസന്ധി ഉടലെടുക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ LPGയുടെയൊക്കെ വില 30% കണ്ട് ഉയർന്നിരിക്കുന്നു എന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. പക്ഷേ അതോടുകൂടി തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഏത് പ്രതിസന്ധി ഉണ്ടായാലും 74 ദിവസത്തോളം നമുക്ക് മുന്നോട്ട് പോകാനുള്ള പെട്രോളിയം റിസർവ് ഇപ്പോൾ ഭാരതത്തിന് ഉണ്ട് എന്നാണ് അന്ന് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ വ്യക്തമാക്കപ്പെട്ടത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം 30% ഈ LPGയുടെ നിരക്കിൽ വർധനവുണ്ടാകുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ലോകരാജ്യങ്ങളിലെല്ലാം കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്കല്ലേ ഈ ദിവസങ്ങളിൽ പോകാൻ സാധ്യത? നീലിമ, തീർച്ചയായും ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അല്പസമയം മുമ്പ് വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഖത്തറിലെ പ്രകൃതിവാതക ഉൽപ്പാദനം നിർത്തിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ഉൽപ്പാദനം നിർത്തിവെക്കുമ്പോൾ ആ ഷിപ്മെൻറ്റ് ഇല്ലാതാകുന്നു. സ്വാഭാവികമായും അത്രയും ഇന്ധനം സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ വിപണിയിലേക്ക് എത്താതെ വരുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും പഴയ റീപർച്ചേസ് ഓർഡർ ലെവലിന് ഭാഗമായി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ കുറവ് വരികയും അത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഭാരതത്തിൻ്റെ
ഭാരതത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് 70-ലേറെ ദിവസങ്ങൾക്ക് പ്രാപ്തമായ രീതിയിൽ ഇന്ധനം, എല്ലാ രീതിയിലുള്ള ഇന്ധനവും നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം 4 ആഴ്ച നീണ്ടാൽ തന്നെ, 4 ആഴ്ച നീളുന്നൊരു പ്രശ്നമുണ്ടായാൽ തന്നെ അതിൻ്റെ ഇരട്ടി ദിവസങ്ങളിലേക്ക് നമുക്ക് എണ്ണയുടെ ലഭ്യത അല്ലെങ്കിൽ എണ്ണയുടെ സപ്ലൈ പൂർണ്ണമായും ഉറപ്പാക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഭാരതം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമായി ഭാരതത്തിനോ മറ്റു രാജ്യങ്ങൾക്കോ വരാനുള്ള സാധ്യത കാത്തിരുന്നതിനെ കാണേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും സുപ്രധാനമായ വിഷയമെന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കിൻ്റെയും അതുപോലെ ചെങ്കടൽ അതുപോലുള്ള വിവിധങ്ങളായ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള എണ്ണയും അതുപോലെ തന്നെ മറ്റ് ചരക്ക് ഗതാഗതവും ഒക്കെ നടക്കുന്ന വലിയ ചാനലുകളെല്ലാം തന്നെ സ്വാഭാവികമായും തടസ്സപ്പെടുന്നത് ഈ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റുകളെല്ലാം തന്നെ നടക്കുക. അത്തരത്തിലുള്ള ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായും ഒരു മാസത്തേക്കുള്ള സംവിധാനങ്ങൾ ഒരു മാസം പൂർണ്ണമായും നിർത്തിവെച്ചാൽ പോലും അതിൻ്റെ ലഭ്യത കുറയാനുള്ള സാധ്യതയില്ലാത്ത രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തുക. അത്തരം നീക്കങ്ങൾ നടത്തിയിരിക്കുന്ന രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഈ പ്രൊഫഷണലി ഈ എണ്ണ ഉൽപ്പാദനവും അതുപോലെ തന്നെ വിതരണവും സംഭരണവും ഒക്കെ നടത്തുന്ന രാജ്യങ്ങൾ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിൽ തകരാറുണ്ടാകാൻ, പ്രത്യേകിച്ച് ഭാരതത്തിന് അത്തരത്തിലുള്ള തകരാറുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. നീലിമ. ഓക്കെ ഐസൻ.